ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഷേക്സ്പീരിയൻ കോമഡി പ്ലേ ആയ എ മിഡ് സമ്മർ നൈറ്റ്സ് ഡ്രീം എന്ന പ്ലേയുടെ ഷോർട്ട് സമ്മറി ഒന്ന് നോക്കാം. പണ്ട് വളരെ മുൻപ് ഗ്രീസിലെ ഏതൻസ് നഗരത്തിൽ വളരെ മൃഗീയമായ ഒരു നിയമം നിലനിന്നിരുന്നു. അത് പിതാക്കന്മാർക്ക് തങ്ങളുടെ പെൺമക്കളെ തങ്ങൾക്കിഷ്ടപ്പെട്ട ചെറുപ്പക്കാരെ വിവാഹം കഴിക്കുവാനായി നിർബന്ധിക്കുവാനുള്ള അധികാരമായിരുന്നു. ഏതെങ്കിലും ഒരു മകള് തൻ്റെ പിതാവ് വരനായി കണ്ടെത്തിയ ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കാൻ സമ്മതിക്കാതെയിരുന്നാൽ അവളെ കൊല്ലുവാനുള്ള അധികാരം ഈ നിയമം മൂലം പെൺമക്കളുള്ള പിതാക്കന്മാർക്ക് ലഭിച്ചു. ഏതൻസിലെ ചില പെൺകുട്ടികൾ തങ്ങളുടെ പിതാക്കന്മാരുടെ താല്പര്യങ്ങളെ ധിക്കരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം തങ്ങൾക്കിഷ്ടപ്പെട്ടവരെ വിവാഹം കഴിച്ചിരുന്നു. എങ്കിലും മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ വളരെയധികം സ്നേഹിച്ചിരുന്നതിനാലും അവരെ കൊലപ്പെടുത്താൻ ആഗ്രഹിക്കാതിരുന്നതിനാലും ഈ നിയമം പ്രാവർത്തികമായില്ല. ആരെയും തന്നെ കൊന്നില്ല ഇതിൻ്റെ പേരിൽ. പക്ഷേ നേരെ ചൊവ്വേ നടക്കാത്ത പെൺമക്കളെ ഭീഷണിപ്പെടുത്തുവാനും നേർവഴിക്ക് നടത്തുവാനും പിതാക്കന്മാരെ ഈ നിയമം പലപ്പോഴും സഹായിച്ചിരുന്നു. ഈ നിയമത്തിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയൊക്കെ അവരെ നിർബന്ധിച്ച് അവരുടെ പാരൻസിൻ്റെ ഇഷ്ടത്തിന് വഴങ്ങാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഈജിയസ് എന്നു പേരായ ഒരു വൃദ്ധപിതാവ് അന്ന് ഏതൻസ് ഭരിച്ചിരുന്ന ഡ്യൂക്ക് തീസിയസിന് മുൻപാകെ തൻ്റെ പരാതിയുമായിട്ടെത്തി. തൻ്റെ മകൾക്കായി താൻ കണ്ടെത്തിയ കുടുംബമഹിമയും പ്രതാപവുമുള്ള അധീനക്കാരനായ ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കാനോ തൻ്റെ ആജ്ഞകൾ അനുസരിക്കാനോ തൻ്റെ മകൾ തയ്യാറായിരുന്നില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാതി. തൻ്റെ പിതാവിനെ അനുസരിക്കാത്തതിന് കാരണം അവൾ ലിസാൻഡർ എന്നു പേരായ മറ്റൊരു യുവാവുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. ഈജിയസിൻ്റെ ആവശ്യം ഇതായിരുന്നു: തന്നെ അനുസരിക്കാത്ത തൻ്റെ മകൾക്കെതിരായി നിലവിലുള്ള നിയമം നടത്തിക്കിട്ടണം. തൻ്റെ മകളായ ഹെർമിയയെ മരണശിക്ഷയ്ക്ക് വിധിക്കണം. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. ഹെർമിയ ഡെമട്രിയസിനെ വിവാഹം കഴിക്കുവാൻ വിസമ്മതിച്ചതിനൊരു കാരണമുണ്ടായിരുന്നു. കുറച്ചുനാൾ മുൻപ് വരെ ഈ ഡെമട്രിയസ് തൻ്റെ കൂട്ടുകാരിയായ ഹെർമിയയുടെ കൂട്ടുകാരിയായ ഹെലനയുമായി സ്നേഹബദ്ധത്തിലായിരുന്നു. അതുമാത്രമല്ല, ഹെലനയാവട്ടെ ഇപ്പോഴും അവനെ ഭ്രാന്തമായി തന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ഹെർമിയ ചൂണ്ടിക്കാണിച്ച ഈ കാരണങ്ങളൊന്നും കഠിനഹൃദയനായ ഈജിയസിൻ്റെ തീരുമാനത്തിൽ ഒരിളക്കവും ഉണ്ടാക്കിയില്ല. തീസിയസ് ഉന്നത ചിന്താഗതിക്കാരനും ദയാലുവുമായിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു. ഹെർമിയയെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നിരുന്നാലും രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്താനുള്ള കഴിവോ അധികാരമോ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. എങ്കിലും അദ്ദേഹം ഹെർമിയയ്ക്ക് 4 ദിവസത്തെ ഒരു സാവകാശം നൽകി. തൻ്റെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. കുറച്ച് നാളുകൂടെ ഒന്ന് ചിന്തിച്ച് തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ദിവസത്തെ സാവകാശം ഹെർമിയയ്ക്ക് കിട്ടി. ഇനി ഈ 4 ദിവസങ്ങൾക്ക് ശേഷവും ഹെർമിയ ഡെമട്രിയസിനെ വിവാഹം കഴിക്കാൻ വിസമ്മതിച്ചാൽ മരണശിക്ഷയ്ക്ക് വിധേയമാകേണ്ടി വരും. കോടതിയിൽ നിന്നും പുറത്തിറങ്ങിയ ഹെർമിയ നേരെ ലിസാൻഡറുടെ അടുത്തേക്ക് പോയി. അവൾ തനിക്ക് വന്ന് ഭവിച്ചിരിക്കുന്ന അപകടത്തെപ്പറ്റി അവനോട് പറയുന്നു. ഒന്നുകിൽ അവൾ ലിസാൻഡറെ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ 4-ാം നാൾ അവളുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കും. ഹെർമിയയിൽ നിന്നും ഈ മോശമായ വാർത്ത കേട്ട ലിസാൻഡറിന് വളരെയധികം സങ്കടമായി. അപ്പോഴാണ് ഏതൻസിൽ നിന്നും കുറേ ദൂരെ താമസിച്ചിരുന്ന അവൻ്റെ ഒരു അമ്മായിയെപ്പറ്റി അവന് ഓർമ്മ വന്നത്. അമ്മായി താമസിക്കുന്നത് ഏതൻസ് നഗരത്തിൽ നിന്നും വളരെയധികം അകലെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതൻസിലെ നിയമങ്ങളൊന്നും തന്നെ അവിടെ പ്രാബല്യത്തിൽ വരില്ല. അവൻ ഹെർമിയയോട് പറഞ്ഞു, ഇന്ന് രാത്രി തന്നെ നീ നിൻ്റെ പിതാവിൻ്റെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോരണം. എൻ്റെ അമ്മായിയുടെ വീട്ടിലെത്തിയാലുടൻ അവിടെ വച്ച് ഞാൻ നിന്നെ വിവാഹം ചെയ്തു കൊള്ളാം. ലിസാൻഡറുടെ ഈ തീരുമാനത്തോട് ഹെർമിയ സന്തോഷത്തോടെ യോജിക്കുന്നുണ്ട്. തൻ്റെ ഒളിച്ചോട്ടത്തെക്കുറിച്ച് പ്രിയപ്പെട്ട കൂട്ടുകാരി ഹെലനയോട് മാത്രമേ ഹെർമിയ പറഞ്ഞിട്ടുള്ളൂ. പ്രേമത്തിൽ വീണ പെൺകുട്ടികൾ പല മണ്ടത്തരങ്ങളും കാണിക്കും. താൻ അറിഞ്ഞ രഹസ്യം ഡെമട്രിയസിനോട് പറയുവാൻ ഹെലന തീരുമാനിക്കുന്നു. തൻ്റെ കൂട്ടുകാരിയുടെ രഹസ്യങ്ങൾ ഒറ്റിക്കൊടുക്കുന്നത് വഴി അവൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ഹെർമിയയുടെ കാര്യങ്ങൾ ഡെമട്രിയസിനോട് ഹെലന പറയുന്നത്. ഹെർമിയ ഒളിച്ചോടിയതറിഞ്ഞാൽ ഡെമട്രിയസ് അവളെ പിന്തുടരുന്ന ഉറപ്പാണ്. അപ്പോൾ തനിക്കും തൻ്റെ പൂർവ്വകാമുകനെ പിന്തുടർന്ന് വനത്തിലേക്ക് പോകാം. കുറേ നേരമെങ്കിലും അവൻ്റെ സാമീപ്യം തനിക്ക് ലഭിക്കും. അങ്ങനെയൊക്കെ ചിലപ്പോൾ അവൾ ചിന്തിച്ചിരിക്കാം. ഹെർമിയയും ലിസാൻഡറും തമ്മിൽ കണ്ടുമുട്ടാമെന്ന് തീരുമാനിച്ചിരുന്ന വനം പ്രകൃതി ദേവതകളുടെ വിഹാര കേന്ദ്രമായിരുന്നു. പ്രകൃതി ദേവതകളുടെ രാജാവായ ഓബറോണും രാജ്ഞിയായ ടൈറ്റാനിയയും അവരുടെ അനുയായികൾക്കൊപ്പം പാതിരാ നൃത്തങ്ങളും ആഘോഷങ്ങളും നടത്തിയിരുന്നത് ഈ വനത്തിൽ വച്ചായിരുന്നു. അന്ന് രാത്രി ഒബറോണും ടൈറ്റാനിയയും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടാകുന്നു. വഴക്ക് മൂത്തപ്പോൾ അവരുടെ അനുയായികളായ ദേവതമാർ പേടിച്ച് ആക്രോൺ പൂക്കളുടെ ഇടയിൽ കയറി ഒളിച്ചിരുന്നു. ടൈറ്റാനിയയുടെ മരിച്ചുപോയ കൂട്ടുകാരിയുടെ ഒരു മകനെ തട്ടിക്കൊണ്ടുവന്ന് ടൈറ്റാനിയെ സംരക്ഷിച്ച് വളർത്തുന്നുണ്ടായിരുന്നു. കുട്ടിയെ തിരിച്ചു കൊടുക്കുവാൻ ഒബറോൺ ആവശ്യപ്പെട്ടു. എന്നാൽ ടൈറ്റാനിയ അതിന് തയ്യാറായിരുന്നില്ല. അതായിരുന്നു ഇന്നത്തെ അവരുടെ വഴക്കിൻ്റെ കാരണം. ഹെർമിയയും ലിസാൻഡറും വനത്തിൽ വച്ച് കണ്ടുമുട്ടേണ്ട രാത്രിയായിരുന്നു അത്.
അന്ന് രാത്രി തൻ്റെ തോഴിമാരുമായി നടക്കാനിറങ്ങിയ ടൈറ്റാനിയ രാജ്ഞി തൻ്റെ അനുയായികളുമായി നടക്കാനിറങ്ങിയ ഒബറോണിനെ വനമധ്യത്തിൽ വെച്ച് കണ്ടുമുട്ടി. നിലാവെളിച്ചത്തിൽ ഞാൻ ആരെയാണ് കണ്ടുമുട്ടിയിരിക്കുന്നത്? അഹങ്കാരിയായ ടൈറ്റാനിയയാണോ? ഒബറോൺ പറഞ്ഞു. ആരിത്? അസൂയക്കാരൻ ഒബറോണോ? ഇത് നീ തന്നെയോ? ദേവതമാരെ, നമുക്ക് വഴിമാറിപ്പോകാം. ഇവനുമായുള്ള കൂട്ടുകെട്ട് ഞാൻ എന്നോ ഉപേക്ഷിച്ചതാണ്. അങ്ങനെ അവരുടെ വാഗ്വാദങ്ങൾ നീണ്ടുപോന്നു. ഒബറോൺ പറയുന്നുണ്ട്, കുപിതയായ ദേവത, എന്നോട് ക്ഷമിക്കൂ. ഞാൻ നിന്റെ ഭർത്താവും യജമാനനും ഒക്കെ അല്ലേ? നിന്റെ വളർത്തു മകനെ എനിക്ക് തന്നൂടെ? എൻ്റെ അനുചരനായിട്ട് എനിക്ക് തന്നൂടെ എന്നൊക്കെ ഒബറോൺ ചോദിക്കുന്നുണ്ട്. നിന്റെ ദേഷ്യം അടക്കുക. നിന്റെ ഈ ദേവലോകം മുഴുവൻ വിലയായി തന്നാലും എൻ്റെ വളർത്തു മകനെ ഞാൻ നിനക്ക് തരില്ല. ടൈറ്റാനി അങ്ങനെ വളരെ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും യാത്രയാവുന്നു. നീ നിന്റെ വഴിക്ക് പൊയ്ക്കോ. പക്ഷേ നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് നിന്റെ അനുസരണക്കേടിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിയിരിക്കും, ഒബറോൺ പറഞ്ഞു. ഒബറോൺ അവൻ്റെ മുഖ്യ ഉപദേശകനായ പക്കിനെ വിളിച്ചു വരുത്തി. ചിലപ്പോഴൊക്കെ മനുഷ്യർ പക്കിനെ റോബിൻഹുഡ് ഫെല്ലോ എന്ന് വിളിക്കാറുണ്ട്. പക്ക് അതിസമർത്ഥനും തമാശക്കാരനുമായ ഒരു ദേവതയായിരുന്നു. അവൻ അയൽ ഗ്രാമങ്ങളിൽ പല വികൃതികളും ഒപ്പിക്കാറുണ്ടായിരുന്നു. ചിലപ്പോൾ അവൻ അവിടെയുള്ള പശുത്തൊഴുത്തുകളിൽ കയറുകയും പശുക്കളുടെ അകിടുകളിലുള്ള പാൽ മുഴുവൻ കുടിച്ചു വറ്റിക്കുകയും ചെയ്യുമായിരുന്നു. ചിലപ്പോൾ അദൃശ്യനായി അവൻ വെണ്ണ കടയുന്ന പാത്രത്തിനുള്ളിൽ ചാടി നൃത്തം ചെയ്യുകയും വെണ്ണയുണ്ടാക്കാനായി തൈര് കടയുന്ന ജോലിക്കാരിയെ കുഴപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ ഗ്രാമീണർ മദ്യം വാറ്റുവാൻ ശ്രമിക്കുമ്പോൾ അവൻ പുളിപ്പിക്കാൻ വച്ചിരിക്കുന്ന കോടച്ചെമ്പിൽ കയറി അത് മുഴുവൻ നശിപ്പിച്ചു കളയുമായിരുന്നു. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ അയൽക്കാരെല്ലാം കൂടി ഒരുമിച്ചുകൂടി അല്പം മദ്യം കഴിച്ച് തമാശ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു കറുത്ത വണ്ടിൻ്റെ രൂപത്തിലവൻ മദ്യ ഗ്ലാസിനുള്ളിൽ ഒളിച്ചിരിക്കുകയും മദ്യം കുടിക്കുന്നവരുടെ നാക്കിൽ കയറി കടിക്കുകയോ കസേരയിലിരുന്ന് കഥ പറയാൻ തുടങ്ങുന്ന വല്യമ്മയുടെ കസേരക്കാലുകളിലൊന്നിൽ കടിച്ച് വല്യമ്മയെ നിലത്ത് വീഴിക്കുകയോ ചെയ്യാറുണ്ടായിരുന്നു. ഇത്തരം തമാശകൾ അയൽക്കാർക്ക് മാസങ്ങളോളം പറഞ്ഞു ചിരിക്കാനുള്ള വകയുണ്ടാക്കിയിരുന്നു. ഒബറോൺ പക്കിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, പക്കിങ്ങി വരൂ, എനിക്ക് വേണ്ടി പെൺകുട്ടികൾ ലവ് ഇൻ ഐഡിൽനെസ് എന്ന് വിളിക്കുന്ന പൂവ് പറിച്ചുകൊണ്ട് വരൂ. പർപ്പിൾ നിറമുള്ള ആ പൂക്കളുടെ നീരെടുത്ത് ഉറങ്ങുന്ന ആരുടെയെങ്കിലും കൺപോളകളിൽ തേച്ചു കൊടുത്താൽ അവർ ഉണരുമ്പോൾ അവർ ആദ്യം കാണുന്നത് അതെന്തായാലും ആരെ ആയാലും അതിനെ പ്രേമിക്കുവാൻ ആരംഭിക്കും. ഈ പൂവിൻ്റെ നീരിൽ ഏതാനും തുള്ളി ഞാൻ ടൈറ്റാനിയയുടെ കണ്ണുകളിൽ പുരട്ടും. അവൾ ഉണരുമ്പോൾ അവൾ കാണുന്നത് സിംഹമോ കരടിയോ കുരങ്ങനോ അങ്ങനെ ആരാണെങ്കിൽ പോലും അവൾ അതുമായി കടുത്ത പ്രണയത്തിലാവും. എനിക്കറിയാവുന്ന മറ്റൊരു മാന്ത്രിക മരുന്ന് ഉപയോഗിച്ച് എനിക്കവളെ സാധാരണ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുമാകും. പക്ഷേ അതിനു മുൻപ് അവൾ വളർത്തുന്ന കുട്ടിയെ എനിക്ക് സ്വന്തമാക്കണം. ഇത്തരം തമാശകളൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന പക്കിന് തൻ്റെ യജമാനനായ ഒബറോണിൻ്റെ ഈ തമാശ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. അവൻ പൂക്കൾ തേടി യാത്രയായി. പക്ക് പൂക്കളുമായി തിരിച്ചു വരുന്നതിനായി വനത്തിൽ കാത്തു നിൽക്കുകയായിരുന്നു ഒബറോൺ. അപ്പോഴാണ് വനത്തിനുള്ളിലേക്ക് കടന്നു വന്ന ഡെമെട്രിയസിനെയും ഹെലനെയും അവൻ കാണുന്നത്. ഡെമെട്രിയസ് ശരിക്കും ഹെർമിയെ തേടിയാണ് വന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ പിറകെ വന്നുകൊണ്ടിരുന്ന ഹെലനയെ അവൻ കുറ്റപ്പെടുത്തുകയും അവൾക്ക് നേരെ വളരെ മോശമായ വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തു. ഹെലന അവർ തമ്മിലുണ്ടായിരുന്ന പ്രണയത്തിൻ്റെ കാര്യങ്ങളും അക്കാലത്ത് അവൻ അവളോട് എത്രമാത്രം സ്നേഹമുണ്ടായിരുന്നുവെന്നൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ പാവം ഹെലനയെ വനത്തിലെ വന്യമൃഗങ്ങളുടെ ദയാദാക്ഷിണ്യങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവളിൽ നിന്നും ഓടി രക്ഷപ്പെടാനാണ് ഡെമെട്രിയസ് ശ്രമിച്ചത്. ഹെലന സർവ്വശക്തിയുമെടുത്ത് ഓടിയിട്ടും ഡെമെട്രിയസിനൊപ്പം എത്താൻ അവൾക്ക് സാധിച്ചില്ല. ദേവകളുടെ രാജാവായ ഒബറോണിന് യഥാർത്ഥ പ്രണയികളോട് ഒരു പ്രത്യേകതര സ്നേഹമുണ്ടായിരുന്നു. അവന് ഹെലനയോട് അനുകമ്പ തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഡെമെട്രിയസും ഹെലനയും പരസ്പരം സ്നേഹിച്ചിരുന്ന ആ നല്ല നാളുകളിൽ അവരുടെ സ്നേഹം ഒബറോൺ കണ്ടിട്ടുണ്ടായിരിക്കാം. എന്നിരുന്നാലും പക്ക് ആ വയലറ്റ് പർപ്പിൾ പുഷ്പങ്ങളുമായി എത്തിയപ്പോൾ ഒബറോൺ അവനോട് പറഞ്ഞു, ഒരു മരമണ്ടനായ വെറുക്കപ്പെടേണ്ടവനായ ഒരു അഥീനിയൻ യുവാവുമായി പ്രണയത്തിലായ സുന്ദരിയായ ഒരു യുവതി നമ്മുടെ വനത്തിൽ ചുറ്റിക്കറങ്ങുന്നുണ്ട്. ആ യുവാവ് ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ പുഷ്പത്തിൻ്റെ ഒരു ഭാഗം എടുത്ത് അതിൻ്റെ നീര് അവൻ്റെ കൺപോളകളിൽ പുരട്ടുക. ഒരു കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം, അവൾ അവൻ്റെ സമീപത്തുള്ളപ്പോൾ മാത്രമേ ഈ പുഷ്പത്തിൻ്റെ ചാറ് അവൻ്റെ കണ്ണിൽ നീ പുരട്ടാവൂ. അവൻ ഉറക്കമുണരുമ്പോൾ ആദ്യം കാണേണ്ടത് ആ പെൺകുട്ടിയെ ആയിരിക്കണം. അവൻ അഥീനിയൻ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിനക്കവനെ എളുപ്പം തന്നെ തിരിച്ചറിയാൻ സാധിക്കും. ഇക്കാര്യം വളരെ വിദഗ്ധമായും സമർത്ഥമായും കൈകാര്യം ചെയ്തു കൊള്ളാമെന്ന് പക്ക് ഒബറോണിന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഒബറോൺ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ടൈറ്റാനിയ സാധാരണ ഉറങ്ങുന്ന പൂന്തോട്ടത്തിലേക്ക് പോകുന്നു.
ടൈറ്റാനിയ സാധാരണ ഉറങ്ങാറുള്ളത് കാക്കോത്തി പൂവുകളും കാശിത്തുമ്പകളും കസ്തൂരി റോസാപ്പൂക്കളും ഗുഡ്ബൈനുകളും എഗ്ലൻറ്റൈനുകളും വളരുന്ന മൺതിട്ടയിലാണ്. അവിടെ അവൾ ഒരു സർപ്പത്തിൻ്റെ പൊളിച്ചു കളഞ്ഞ പടം പുതച്ചാണ് സാധാരണ കിടന്നുറങ്ങാറ്. നമുക്ക് ആ പുതപ്പ് വളരെ ചെറുതായി തോന്നുമെങ്കിലും കൊച്ചു പ്രകൃതി ദേവതകളെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ അധികമായിരുന്നു. ഒബറോൺ ചെല്ലുമ്പോൾ ടൈറ്റാനിയ ജോലിക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയായിരുന്നു. നിങ്ങളിൽ കുറച്ചുപേർ റോസാപ്പൂക്കൾക്കിടയിൽ കയറിയിരുന്ന് അവ തിന്നു തീർക്കുന്ന വണ്ടുകളെയും പുഴുക്കളെയും പിടിച്ച് നശിപ്പിക്കണം. കുറച്ചുപേർ കൊച്ചു വവ്വാലുകളെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് അവരുടെ ചിറകുകളിലെ തുകലെടുത്ത് പുതുതായി ജനിച്ച ദേവത കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുടുപ്പുകളും തൊട്ടിലുകളും ഉണ്ടാക്കണം. നിങ്ങളിൽ കുറച്ചുപേർ ആ ഒച്ചക്കാരനായ മൂങ്ങയെ എൻ്റെ അടുത്തേക്കൊന്നും വരാതെ സൂക്ഷിക്കണം. അതിനൊക്കെ മുൻപ് നിങ്ങൾ എന്നെ താരാട്ട് പാടി ഉറക്കുകയും ചെയ്യണം. അങ്ങനെ തോഴികളുടെ പാട്ട് കേട്ട് ടൈറ്റാനിയ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ തങ്ങളെ ഏൽപ്പിച്ചിരുന്ന മറ്റു ജോലികൾ ചെയ്യാൻ വേണ്ടി ദേവതകൾ പുറപ്പെട്ടു. ടൈറ്റാനിയ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ ഒബറോൺ പതിഞ്ഞ കാൽവയ്പ്പുകളുമായി അവളുടെ അടുത്തെത്തി. അവളുടെ കൺപോളകളിൽ അല്പം ലവ് ജ്യൂസ് പുരട്ടി. എന്നിട്ടവൻ മന്ത്രിക്കുന്നുണ്ട്, നീ ഉണരുമ്പോൾ നീ ആദ്യം കാണുന്നതെന്തോ അത് നിന്റെ നിത്യസ്നേഹമായി മാറിത്തീരും. ഇനി നമുക്ക് ഡെമെട്രിയസിനെ വിവാഹം കഴിക്കാൻ വിസമ്മതിച്ചത് കാരണം മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഹെർമിയയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് നോക്കാം. മരണശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഒളിച്ചോടി അവൾ വനത്തിലെത്തിയപ്പോൾ വനപാതയുടെ ആരംഭത്തിൽ വച്ച് തന്നെ അവളെ കാത്തുനിന്ന ലിസാണ്ടറെ അവൾ കണ്ടുമുട്ടുന്നുണ്ട്. അവരൊരുമിച്ച് ലിസാണ്ടറുടെ അമ്മായിയുടെ വീട്ടിലേക്ക് പോകുന്നു. പക്ഷേ അവർ ഏതാണ്ട് വനപാതയുടെ പകുതി ദൂരം പിന്നിട്ടപ്പോഴേക്കും ഹെർമിയ ആകെ തളർന്നിരുന്നു. തന്നോടുള്ള സ്നേഹത്തെ പ്രതി സ്വജീവൻ പോലും പണയപ്പെടുത്തിയ ഹെർമിയയെ ലിസാണ്ടർ വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചു. അവൻ അവളോട് പറഞ്ഞു, ഇനി നമുക്ക് പുലർച്ചെ വരെ ഇവിടെ വിശ്രമിച്ചിട്ട് ബാക്കി യാത്ര തുടരാം. അവിടെ കണ്ട ഒരു പുൽത്തകിടിയിൽ അവളെ കിടത്തിയിട്ട് അല്പം മാറി അവനും കിടന്നു. ക്ഷീണം കാരണം അവർ രണ്ടുപേരും വളരെ പെട്ടെന്ന് തന്നെ ഉറങ്ങുന്നുണ്ട്. അതുവഴി വന്ന പക്ക് അവരെ കണ്ടു. ആരോഗ്യവാനും സുന്ദരനുമായ അവൻ ധരിച്ചിരിക്കുന്ന അഥീനിയൻ രീതിയിലുള്ള വസ്ത്രങ്ങളും അവൻ്റെ അടുത്ത് തന്നെ കിടന്നുറങ്ങുന്ന സുന്ദരിയായ ഹെർമിയയും കണ്ട പക്ക് ക്ഷീണം കാരണം അവർ രണ്ടുപേരും വളരെ പെട്ടെന്ന് തന്നെ ഉറങ്ങുന്നുണ്ട്. അതുവഴി വന്ന പക്ക് അവരെ കണ്ടു. ആരോഗ്യവാനും സുന്ദരനുമായ അവൻ ധരിച്ചിരിക്കുന്ന അഥീനിയൻ രീതിയിലുള്ള വസ്ത്രങ്ങളും അവൻ്റെ അടുത്ത് തന്നെ കിടന്നുറങ്ങുന്ന സുന്ദരിയായ ഹെർമിയയും കണ്ട പക്ക് കരുതുന്നത് ഒബറോൺ പറഞ്ഞ ഏതൻസ്കാരി പെൺകുട്ടിയും അവളുടെ തോന്നിവാസിയായ കാമുകനും ഇവർ ആയിരിക്കുമെന്നാണ്. ഏതായാലും അവർ അത്രമാത്രം അടുത്ത് കിടക്കുന്നത് കൊണ്ട് ആ ചെറുപ്പക്കാരൻ ഉണർന്നാൽ അവൻ ആദ്യം കാണുന്നത് അവളെ തന്നെ ആയിരിക്കുമെന്ന് അവൻ ഉറപ്പായിരുന്നു. അതിലൊട്ടും തന്നെ സംശയം പക്കിനുണ്ടായിരുന്നില്ല. പക്ക് ആ യുവാവിൻ്റെ, അതായത് ലിസാണ്ടറുടെ കണ്ണുകളിലേക്ക് ആ നീലപ്പൂവിൻ്റെ നീരിറ്റിച്ചു. ഡെമെട്രീസിനെ അന്വേഷിച്ച് വനത്തിൽ അലഞ്ഞ ഹെലന അപ്പോൾ അതുവഴി വരികയും ആ സമയം തന്നെ ഉറക്കം തെളിഞ്ഞ ലിസാണ്ടർ ഹെലനയെ കാണുകയും വിചിത്രവും ശക്തവുമായ രീതിയിൽ അവളോട് സ്നേഹം തോന്നുകയും പ്രണയം തോന്നുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, ഹെർമിയയോടുള്ള അവൻ്റെ പ്രണയം അതോടെ ഇല്ലാതാവുകയും ചെയ്തു. അവൻ്റെ കണ്ണുകളിൽ പുരട്ടിയിരിക്കുന്ന മാന്ത്രിക പുഷ്പത്തിൻ്റെ ചാറിൻ്റെ ഫലമായിരുന്നു അത്. ലിസാണ്ടർ ഉണർന്നപ്പോൾ അവൻ ആദ്യമായി ഹെർമിയയെ കണ്ടിരുന്നെങ്കിൽ പക്ക് കാണിച്ച ഈ മണ്ടത്തരം കൊണ്ട് കുഴപ്പമൊന്നും തന്നെ ഉണ്ടാവില്ലായിരുന്നു. അവൻ്റെ ഹെർമിയയെ പ്രണയിച്ചാൽ വേറെ പ്രശ്നമൊന്നും തന്നെയില്ലല്ലോ. ഇതിപ്പോൾ അവൻ കണ്ണുമൂക്കുമില്ലാതെ ഹെലനയെ പ്രണയിക്കുന്നു. ഇന്നലെ വരെ ഹെർമിയ അവന് വളരെയധികം പ്രിയപ്പെട്ടവളായിരുന്നു. ആ കാര്യം പോലും അവൻ മറന്നുപോയി. മാന്ത്രിക പ്രണയത്തിൽ വീണുപോയ അവൻ വനത്തിൽ ഉറങ്ങിക്കിടന്ന അവൻ്റെ ഹെർമിയയെ അവിടെ തന്നെ ഉപേക്ഷിച്ച് മറ്റൊരു പെണ്ണിൻ്റെ പുറകെ പോവുകയാണ്. അവൻ ഹെലനയുടെ പുറകെ പോയി. ഈ അബദ്ധം സംഭവിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, തന്നെ പിന്തുടർന്നുകൊണ്ടിരുന്ന ഹെലനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഡെമെട്രിയസ് വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരുന്നു. ദീർഘമായ ശാരീരിക അധ്വാനത്തിലും ഓട്ടത്തിലുമൊക്കെ പുരുഷന്മാർ സ്ത്രീകളെക്കാൾ ഇച്ചിരി മുന്നിലാണല്ലോ. ഡെമെട്രിയസിനെ പിന്തുടർന്നുകൊണ്ടിരുന്ന ഹെലന കുറേ കഴിഞ്ഞപ്പോൾ വളരെയധികം പിന്നിലായി പോവുകയും വഴിതെറ്റി ലിസാണ്ടർ ഉറങ്ങിക്കിടന്ന സ്ഥലത്തെത്തുകയും ചെയ്തു. വനത്തിനുള്ളിൽ തൻ്റെ പരിചയത്തിലുള്ള ഒരാളെ കണ്ട സന്തോഷത്തിൽ അവൾ അവനെ തട്ടി വിളിച്ചുണർത്തുകയായിരുന്നു. അങ്ങനെയാണ് ഉറക്കമുണർന്ന ലിസാണ്ടർ ആരെ കാണുന്നത്? ഈ ഹെലനയെ ആദ്യം കാണുന്നത്. ഇല്ലെങ്കിൽ മറ്റേ ആളെ തന്നെ, ഹെർമിയയെ തന്നെ കാണുമായിരുന്നു. കണ്ണു തുറന്ന ലിസാണ്ടർ ആദ്യം കണ്ടത് ഹെലനയായിരുന്നല്ലോ. അവൻ്റെ കണ്ണുകളിൽ ഇറ്റിച്ച മാന്ത്രിക രസത്തിൻ്റെ ഫലത്തിൽ അവൻ ഹെലനയോട് പ്രണയവചനങ്ങളൊക്കെ ഉരുവിട്ടു. അവൻ ഹെലനയെ വളരെയധികം പുകഴ്ത്തുന്നുണ്ട്. നീ ഒരു മാടപ്രാവാണെങ്കിൽ ഹെർമി വെറുമൊരു കാക്കയാണെന്നും അവളുടെ മധുര പ്രണയം നേടുവാൻ തീയിൽ ചാടുവാൻ പോലും അവൻ തയ്യാറാണെന്നും ഒക്കെ ആര് പറയുന്നുണ്ട്? നമ്മുടെ ലിസാണ്ടർ പറയുന്നുണ്ട്. ഹെലനയ്ക്കറിയാം ലിസാണ്ടർ അവളുടെ കൂട്ടുകാരി ഹെർമിയയുടെ കാമുകനാണെന്ന്.
അവർ തമ്മിലുള്ള വിവാഹവും ഒളിച്ചോട്ടവും എല്ലാം നമ്മുടെ ഹെലന അറിഞ്ഞ കാര്യമായിരുന്നല്ലോ. അങ്ങനെയുള്ള ലിസാണ്ടർ പ്രേമവചനങ്ങളുമായി തൻ്റെ നേരെ വന്നപ്പോൾ ഹെലനയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു. അവൾ കരുതി ലിസാണ്ടർ ബോധപൂർവം അവളെ കളിയാക്കുകയാണെന്നാണ്. ഹെലന പറയുന്നുണ്ട്, എല്ലാവരാലും പരിഹസിക്കപ്പെടാനും അവഹേളിക്കപ്പെടാനും മാത്രമായിട്ട് ഞാൻ എന്തിനാണ് ഇങ്ങനെ ജനിച്ചത്? അതുമാത്രമല്ല, സ്നേഹമുള്ളതോ മധുരമുള്ളതോ ആയ ഒരു വാക്ക് പോലും ഡെമട്രിയസിൽ നിന്ന് കേൾക്കാനുള്ള സാധ്യതയും ഇനിയില്ല. പക്ഷേ ലിസാണ്ടർ, താങ്കൾ എന്നെ ഇങ്ങനെ പരിഹസിക്കേണ്ട രീതിയിൽ പ്രേമം നടിക്കേണ്ട ഒരു കാര്യവും തന്നെയില്ല. നീ ഒരു സൗമ്യനായ മാന്യനാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നിങ്ങളൊരു മാന്യനാണെന്ന് തന്നെയാണ് ഞാൻ ഇത്രയും നാളും വിശ്വസിച്ചിരുന്നതും. അങ്ങനെ വളരെ ദേഷ്യപ്പെട്ട് ഇത്രയും പറഞ്ഞ ശേഷം ഹെലന അവിടെ നിന്ന് ഓടിപ്പോയി. ഉറങ്ങിക്കിടന്നിരുന്ന ഹെർമിയയുടെ കാര്യം പാടെ മറന്നുപോയിരുന്ന ലിസാണ്ടർ അവളെ അവിടെ ഉപേക്ഷിച്ച് ഹെലനയുടെ പുറകെ ഓടുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞ് ഉറക്കമുണർന്ന ഹെർമിയ ലിസാണ്ടറെ കാണാതെ വളരെയധികം ഭയപ്പെട്ടു. ലിസാണ്ടർക്ക് എന്തു പറ്റിയെന്നോ അവന് അന്വേഷിച്ച് ഏത് വഴിക്കാണ് പോകേണ്ടതെന്നോ അവൾക്കറിയില്ലായിരുന്നു. അങ്ങനെ അവൾ വനത്തിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടന്നു. ലിസാണ്ടറെയും ഹെർമിയയെയും അന്വേഷിച്ച് നടന്ന ഡെമട്രിയസ് ക്ഷീണിതനായി വനത്തിനുള്ളിൽ അവിടെ ഒരിടത്ത് കിടന്നുറങ്ങി. തെറ്റായ ആളുടെ കണ്ണിലാണ് പക്ക് മാന്ത്രിക പുഷ്പത്തിൻ്റെ ഇറ്റിച്ചതെന്ന് ഇതിനകം തന്നെ ഒബ്റോൺ മനസ്സിലാക്കി. അപ്പോഴാണ് തളർന്നുറങ്ങുന്ന ഡെമട്രിയസിനെ ഒബ്റോൺ കണ്ടത്. ശരിയായ ആളെ കണ്ടെത്തിയല്ലോ എന്ന് കരുതി ഒബ്റോൺ ഡെമട്രിയസിൻ്റെ കണ്ണുകളിലും മാന്ത്രിക പുഷ്പത്തിൻ്റെ നീര് തേച്ചു. ആ സമയം വനത്തിൽ വഴിതെറ്റി അലഞ്ഞ ഹെലന അതുവഴി വരികയും ഉറക്കമുണർന്ന ഡെമട്രിയസ് ആദ്യമായി ഹെലനയെ കാണുകയും ചെയ്തു. മാന്ത്രിക ജ്യൂസിൻ്റെ ഫലമുണ്ടായി. ഡെമട്രിയസ് ഹെലനയോട് ഭ്രാന്തമായി സ്നേഹത്തിലായി. അപ്പോഴേക്കും ഹെലനയെ പിന്തുടർന്ന് വന്ന ലിസാണ്ടറും അവിടെ എത്തി. അപ്പോൾ ലിസാണ്ടറും ഡെമട്രിയസും ഹെലനയോടുള്ള പ്രേമം മൂത്ത് അവളുടെ പുറകെ പോയി. ഈ സമയം ഹെർമിയയും അലഞ്ഞു തിരിഞ്ഞ് അവരുടെ അടുത്ത് തന്നെ വരുന്നുണ്ട്. അവൾ നോക്കുമ്പോൾ ലിസാണ്ടറും ഡെമട്രിയസും പ്രേമവചനങ്ങളുമായി അവളുടെ കൂട്ടുകാരി ഹെലനയുടെ പിന്നാലെ പോകുന്നു. അവൾ കരുതി അവർ 3 പേരും കൂടി തനിക്കെതിരെ ഗൂഢാലോചന നടത്തി തമാശ കളിക്കുകയാണെന്നാണ്. അവളെ അത്ഭുതപ്പെടുത്തിയത് ഇതായിരുന്നു. ഇന്നലെ വരെ തന്നെ സ്നേഹിച്ചിരുന്ന തൻ്റെ പുറകെ നടന്നിരുന്ന ലിസാണ്ടറും ഡെമട്രിയസും ഇപ്പോൾ ഹെലനയുടെ പിന്നാലെയാണ്. ഇത് വെറും തമാശ ആയിരിക്കില്ല. അങ്ങനെ ഇന്നലെ വരെ കൂട്ടുകാരികളായിരുന്ന 2 സ്ത്രീകളും, അതായത് ഹെർമിയയും ഹെലനയും വളരെയധികം ശത്രുക്കളായി മാറി. ഹെലന പറഞ്ഞു, എടി ഹെർമിയ, നീയല്ലേ എന്നെ കളിയാക്കുവാനായി ലിസാണ്ടറെ പ്രേമവചനങ്ങളുമായി എൻ്റെ അടുത്തേക്ക് വിട്ടത്. അതുപോലെ തന്നെ ഇന്നലെ വരെ എന്നെ വെറുത്തിരുന്ന നിന്റെ കാമുകൻ ഡെമട്രിയസ് ഇപ്പോൾ എന്നെ ദേവതേ എന്നൊക്കെ വിളിച്ചിട്ടാണ് എൻ്റെ പുറകെ വരുന്നത്. എന്നെ വെറുത്തിരുന്നവനിപ്പോൾ ഇങ്ങനെ പെരുമാറുന്നതിന് മറ്റൊരു കാരണവും ഞാൻ കാണുന്നില്ല. ഈ ആണുങ്ങളുടെ കൂടെ കൂടി ഈ പാവമായി എന്നെ നീ കളിയാക്കുകയല്ലേ? നീ നമ്മുടെ ചെറുപ്പകാലത്തെപ്പറ്റി, നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തെ പറ്റിയൊക്കെ നീ ഓർക്കുന്നുണ്ടോ? നമ്മൾ ഒരു കസേരയിലിരുന്ന് ഒരേ പാട്ടുകൾ പാടി, ഒരേ പൂക്കൾ തുന്നി, ഒരേ അച്ചിൽ വാർത്ത ഇരട്ടകളെ പോലെ, ഒരേ ഞെട്ടിൽ വളർന്ന 2 ചെറുപ്പഴങ്ങൾ പോലെ ഒരിക്കലും പിരിയാത്ത കൂട്ടുകാരായിരുന്നില്ലേ? അങ്ങനെയുള്ള നിന്റെ പാവം കൂട്ടുകാരിയെ മറ്റു പുരുഷന്മാരുമായി ചേർന്ന് കളിയാക്കുന്നത് നല്ലൊരു സ്ത്രീക്ക് പറ്റിയ ഒരു കാര്യമൊന്നുമല്ല. നിന്റെ വർത്തമാനം കേട്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു. ഞാൻ നിന്നെയല്ല, മറിച്ച് നീ എന്നെയാണ് പുച്ഛിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നതെന്ന് തോന്നുന്നുവെന്ന് ഹെർമിയയും മറുപടി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കളികളൊന്നും എനിക്ക് മനസ്സിലായില്ല എന്ന് നീ കരുതുന്നുണ്ടോ? ഞാൻ നോക്കുമ്പോൾ വളരെ ഗൗരവത്തിൽ നിൽക്കുകയും പെരുമാറുകയും ചെയ്യുന്ന നിങ്ങൾ ഞാനൊന്ന് തിരിയുമ്പോഴേക്കും എൻ്റെ പിന്നിൽ നിന്ന് കണ്ണിറുക്കുകയും അടക്കി ചിരിക്കുകയും ചെയ്യുന്നത് ഞാൻ അറിയുന്നില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങൾക്ക് അല്പമെങ്കിലും സ്നേഹമോ സഹതാപമോ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യുമായിരുന്നില്ല, ഹെലന പറഞ്ഞു. പെൺകുട്ടികൾ തമ്മിൽ ഇങ്ങനെ തർക്കിച്ചിരിക്കുമ്പോൾ ലിസാണ്ടറും ഡെർമിയസും ഹെലനയെ ആര് നേടുമെന്നത് തീരുമാനിക്കുന്നതിനായി ദ്വന്ദ്വയുദ്ധം നടത്തുവാനായി കുറച്ചകലെ വനത്തിനുള്ളിലേക്ക് പോയി. അവരെ കാണാതായപ്പോൾ സ്ത്രീകളും ഈ ഹെലനയും ഹെർമിയയും തങ്ങളുടെ കാമുകന്മാരെ അന്വേഷിച്ച് വനത്തിനുള്ളിലേക്ക് പോയി. ഇതെല്ലാം വീക്ഷിച്ചു നിന്ന ഒബ്റോൺ പക്കിനോട് പറഞ്ഞു, ഇത് നീ ചെയ്തതാണ്. നീ കാണിച്ച അബദ്ധമാണ് ഇതിനെല്ലാം കാരണം. നീ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് പക്കിനോട് ഒബ്റോൺ ചോദിക്കുന്നുണ്ട്. നിഴലുകളുടെ രാജാവേ, അതൊരബദ്ധം പറ്റിയത് തന്നെയാണ്. താങ്കളല്ലേ പറഞ്ഞത് അയാളെ അഥീനിയൻ വസ്ത്രങ്ങൾ കൊണ്ട് തിരിച്ചറിയാമെന്ന്. എന്നിരുന്നാലും എനിക്ക് പറ്റിയ തെറ്റിനെപ്പറ്റി ഞാൻ പശ്ചാത്തപിക്കുന്നില്ല. അവരുടെ കളികൾ നല്ലൊരു തമാശ തന്നെയാണ്, അത് ഞാൻ ആസ്വദിക്കുന്നു എന്നൊക്കെ പക്ക് പറയുന്നുണ്ട്. നീ കേട്ടല്ലോ, ലിസാണ്ടറും ഡെമട്രിയസും ദ്വന്ദ്വയുദ്ധത്തിന് നല്ല സ്ഥലം കണ്ടെത്താനായി പോയിരിക്കുകയാണ്. നീ ഇന്ന് രാത്രി വനത്തിൽ നല്ല മൂടൽമഞ്ഞ് സൃഷ്ടിക്കണം. വഴക്കാളികളായ അവർ തമ്മിൽ കണ്ടുമുട്ടാത്ത തരത്തിൽ അവരെ വഴിതെറ്റിക്കണം. അവരുടെ ഓരോരുത്തരുടെയും ശബ്ദം അനുകരിച്ച് അവരെ നിന്റെ പുറകെ നടത്തിക്കണം. അവർ തളർന്നുറങ്ങുന്നത് വരെ നീ അവരെ ഇങ്ങനെ കളിപ്പിക്കണമെന്ന് പക്കിനോട് ഒബറോൺ പറയുന്നു.
അവർ ഉറങ്ങിക്കഴിയുമ്പോൾ മാന്ത്രിക പുഷ്പത്തിൻ്റെ നീര് ഒരിക്കൽ കൂടി ലിസാണ്ടറുടെ കണ്ണുകളിൽ പുരട്ടുക. അവൻ ഉണരുമ്പോഴേക്കും അവൻ ഹെലനയെ മറന്നു കഴിഞ്ഞിരിക്കും. ഹെർമയോടുള്ള അവൻ്റെ സ്നേഹം ഓർമ്മിക്കുകയും അവളുടെ അടുത്തേക്ക് അവൻ തിരിച്ചു പോയിക്കൊള്ളുകയും ചെയ്യും. അങ്ങനെ ഇവർ രണ്ടുപേർക്കും, ഹെലനയ്ക്കും ഹെർമിയയ്ക്കും, അവരുടെ ഇഷ്ടപ്രണയിതാക്കളെ ലഭിക്കുകയും അന്ന് രാത്രി സംഭവിച്ചതെല്ലാം ഒരു സ്വപ്നമാണെന്ന് അവർ കരുതുകയും ചെയ്തുകൊള്ളും. ഞാനിപ്പോൾ ടൈറ്റാനിയ എന്ത് ചെയ്യുന്നുവെന്ന് നോക്കട്ടെ എന്ന് ഒബറോൺ പക്കിനോട് പറഞ്ഞു. ഒബറോൺ ചെല്ലുമ്പോഴേക്കും ടൈറ്റാനിയ നല്ല ഉറക്കത്തിലായിരുന്നു. അതിലൂടെ വഴിതെറ്റി വന്ന ഒരു സർക്കസ് കോമാളിയും അവിടെ അടുത്തായി കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. കോമാളിയെ കണ്ട ഒബറോൺ തീരുമാനിച്ചു, ഇവൻ തന്നെ ടൈറ്റാനിയയ്ക്ക് പറ്റിയ കാമുകൻ. കോമാളിയുടെ തലയിൽ ഒരു കഴുതത്തലയുടെ മുഖംമൂടി ഒബറോൺ വച്ചുകൊടുത്തു. വളരെ പതിയെയാണ് അത് ചെയ്തതെങ്കിലും അവൻ ഉണർന്നു. കഴുതത്തലയുള്ള ആ കോമാളി സാവകാശം ടൈറ്റാനിയ രാജ്ഞി ഉറങ്ങുന്നതിനടുത്തേക്ക് നീങ്ങി. ടൈറ്റാനിയ രാജ്ഞി കണ്ണു തുറന്നു. എത്ര സുന്ദരമായ മാലാഖയെയാണ് ഞാൻ ഈ കാണുന്നത്. നീ സുന്ദരൻ എന്നതുപോലെ തന്നെ ബുദ്ധിമാനുമാണോ? മാന്ത്രിക പുഷ്പത്തിൻ്റെ ജ്യൂസ് ടൈറ്റാനിയ രാജ്ഞിയിലും പ്രവർത്തിച്ചു തുടങ്ങി. വിഡ്ഢിയായ കോമാളി പറഞ്ഞു, ഈ വനത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള വഴി കണ്ടുപിടിക്കാനുള്ള ബുദ്ധി എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ എന്നാണ് എൻ്റെ ആഗ്രഹം. വനത്തിൽ നിന്നും പോകാനോ? അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത്. ഞാനൊരു സാധാരണ ദേവതയല്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ കൂടെ വരൂ. ഞാൻ നിനക്ക് ജോലിക്കാരായി വനദേവതമാരെ തരാം, ടൈറ്റാനിയ പറഞ്ഞു. അവൾ 4 ദേവതമാരെ വിളിച്ചു. പീസ് ഫ്ലവർ, കോബ്വെബ്, നിശാശലഭം, കടുകുമണി എന്നൊക്കെയായിരുന്നു അവരുടെ പേരുകൾ. ഈ സുന്ദരനായ ചെറുപ്പക്കാരനെ സംരക്ഷിക്കുക, ടൈറ്റാനിയ പറഞ്ഞു. അവനെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിങ്ങൾ പിന്തുടരണം. അവന് ഭക്ഷണമായി മുന്തിരിപ്പഴങ്ങളും ആപ്രിക്കോട്ട് പഴങ്ങളും കൊടുക്കുക. കുടിക്കുവാനായി തേനീച്ചകളുടെ തേൻകുടങ്ങൾ മോഷ്ടിക്കുക. അവൾ കോമാളിയോട് പറഞ്ഞു, വരൂ, എൻ്റെ അടുത്തിരിക്കൂ. ഞാൻ നിന്റെ കഴുതമുഖത്തെ കഴുതരോമങ്ങളിൽ കൈയോടിച്ച് രസിക്കട്ടെ. നിന്റെ നീണ്ട കഴുത്തിൽ ഒരു ഉമ്മ തരട്ടെ. രാജ്ഞിയുടെ വാത്സല്യങ്ങളിലൊന്നും കോമാളിക്ക് ഒരു താല്പര്യവും തോന്നിയില്ല. പുതിയതായി കിട്ടിയ പരിചാരകരെയായിരുന്നു അവന് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അവൻ 2 പേരെ തേൻകുടങ്ങൾ കൊണ്ടുവരാനായി അയച്ചു. മറ്റു 2 പേരോട് അവൻ്റെ ഷേവ് ചെയ്യാത്ത മുഖം ചൊറിഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. രാജ്ഞി പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവനെ, നിനക്കെന്താണ് ഭക്ഷിക്കാനായി വേണ്ടത്? ഞാൻ ഒരു യക്ഷിയെ അയച്ച് അണ്ണാറക്കണ്ണന്മാർ സൂക്ഷിച്ചു വച്ചിരിക്കുന്നതിൽ നിന്നും ഏറ്റവും നല്ല കായ്കൾ എടുത്തുകൊണ്ട് വരട്ടെ. എനിക്ക് കുറേ മുതിര കഴിക്കാനായി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു, കഴുതത്തലയൻ കോമാളി പറഞ്ഞു. നിന്റെ ആളുകളോട് എന്നെ ശല്യപ്പെടുത്തരുതെന്ന് പറയൂ. എനിക്കൊന്ന് ഉറങ്ങുകയും വേണം. നീ ഉറങ്ങിക്കൊള്ളൂ. ഞാൻ നിന്നെ ഇങ്ങനെ എൻ്റെ കൈകളിൽ കൊണ്ട് കെട്ടിപ്പിടിച്ചിരിക്കാം, ടൈറ്റാനിയ പറഞ്ഞു. അപ്പോഴാണ് ഒബറോൺ അവിടേക്ക് വന്നത്. വെറുമൊരു കഴുതയെ അത്രമാത്രം സ്നേഹിക്കുന്നതിനും കെട്ടിപ്പിടിക്കുന്നതിനും ഒബറോൺ അവളെ കുറ്റപ്പെടുത്തി. അവൻ്റെ ആരോപണങ്ങൾ തെറ്റാണെന്ന് അവൾക്ക് പറയാനാവില്ലായിരുന്നു. കാരണം അപ്പോഴും അവൾ ആ കഴുതയെ പൂക്കൾ കൊണ്ടുള്ള കിരീടമണിയിച്ച് സ്വന്തം മടിയിൽ കിടത്തി ഉറക്കുകയായിരുന്നു. ഒബറോൺ ടൈറ്റാനിയയുടെ വളർത്തുമകനെ തൻ്റെ പരിചാരകനും സഹചാരിയുമായി വിട്ടുതരാൻ ആവശ്യപ്പെട്ടു. ഒബറോണിന് മുന്നിൽ അല്പം അപമാനിതയായ ടൈറ്റാനിയ രാജ്ഞി എതിർപ്പൊന്നും കൂടാതെ കുട്ടിയെ വിട്ടുകൊടുത്തു. കുട്ടിയെ തനിക്കായി വിട്ടുകിട്ടുക എന്ന ആഗ്രഹം സാധിച്ച ഒബറോണിന് ഇപ്പോൾ കഴുതത്തലേനെ പ്രേമിക്കുന്ന തൻ്റെ ഭാര്യയോട് സഹതാപം തോന്നി. അവൻ മാന്ത്രിക പുഷ്പത്തിൻ്റെ നീരൽപ്പം എടുത്ത് അവളുടെ കണ്ണുകളിൽ പുരട്ടി. ടൈറ്റാനിയ രാജ്ഞി സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നു. അവൾക്ക് ആ കഴുതത്തലേനെ കണ്ടപ്പോൾ അറപ്പും വെറുപ്പും തോന്നി. ഒബറോൺ ആ കോമാളിയുടെ തലയിൽ നിന്നും കഴുതത്തല മാറ്റി അവൻ്റെ സ്വന്തം മണ്ടൻ തലയെ മോചിപ്പിച്ചു. അവനെ അവിടെ തന്നെ ഉപേക്ഷിച്ച് ടൈറ്റാനിയ പോയി. ടൈറ്റാനിയയും ഒബറോണും മറ്റുള്ളവർ ഉറങ്ങിക്കിടക്കുന്നതിനടുത്തേക്കാണ് പോയത്. ഒബറോണിൻ്റെ നിർദ്ദേശപ്രകാരം പക്ക് അവരെ എല്ലാവരെയും ഒരേ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ഉറക്കിക്കിടത്തിയിരുന്നു. അതുപോലെ തന്നെ അവൻ ലിസാണ്ടറുടെ കണ്ണുകളിൽ മാന്ത്രിക മരുന്നൊഴിച്ച് മന്ത്രശക്തി മാറ്റിയിരുന്നു. ആദ്യം ഉണർന്നത് ഫെർമിയായിരുന്നു. അവളുടെ അടുത്ത് കിടന്നുറങ്ങുന്ന ലിസാണ്ടറെ കണ്ടപ്പോൾ അവൾ തലേന്ന് അവൻ കാണിച്ച പ്രത്യേക സ്വഭാവത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ലിസാണ്ടറും ഉറക്കമുണർന്നു. അവൻ്റെ കണ്ണുകളിൽ നിന്നും മാന്ത്രിക ശക്തിയുടെ മൂടുപടം അഴിഞ്ഞു വീണിരുന്നു. അവൻ ഹെർമിയയെ പഴയതുപോലെ സ്നേഹിച്ചു തുടങ്ങി. അവർ തലേന്നത്തെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അത് ശരിക്കും സംഭവിച്ചത് തന്നെയാണോ അതോ വെറുമൊരു സ്വപ്നം മാത്രമായിരുന്നോ എന്ന കാര്യത്തിൽ അവർക്കൊരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഉറക്കമുണർന്ന ഹെലനയും ഡെമെട്രിയസും വളരെ സ്നേഹത്തോടെ പരസ്പരം സംസാരിച്ചു തുടങ്ങി. ഡെമെട്രിയസിൻ്റെ സ്നേഹം സത്യസന്ധമാണെന്ന് ഹെലന തിരിച്ചറിഞ്ഞു. ഇന്നലെ വഴക്കിട്ട് പിരിഞ്ഞ കൂട്ടുകാരികൾ ഹെലനയും ഹെർമിയയും അവരുടെ സൗഹൃദവും പുനഃസ്ഥാപിച്ചു. ഡെമെട്രിയസിന് ഇടക്കാലത്ത് ഹെർമിയയോട് തോന്നിയിരുന്ന താല്പര്യം ഇപ്പോഴില്ലായിരുന്നു. അവൻ ഹെർമിയയുടെ പിതാവിൻ്റെ അടുത്തിക്കാരെ സംസാരിക്കുകയും വിവാഹത്തിൽ നിന്ന് ഒഴിയുകയും ചെയ്തു. വിവാഹത്തിൽ നിന്നും പിന്മാറുന്നത് വഴി അവൾക്കെതിരെയുള്ള മരണശിക്ഷ പിൻവലിക്കാനും ആവശ്യപ്പെടാമെന്നവൻ പറഞ്ഞു.
അപ്പോഴാണ് ഹെർമിയയുടെ പിതാവായ ഈജിയസ് തൻ്റെ മകളെ തേടി കണ്ടുപിടിച്ച് വധിക്കുക എന്ന ലക്ഷ്യവുമായി അവിടെ എത്തിയത്. എന്നാൽ ഡെമെട്രിയസ് വിവാഹത്തിൽ നിന്ന് പിന്മാറി എന്നറിഞ്ഞ അദ്ദേഹം തൻ്റെ മകൾ ലിസാൻഡറെ വിവാഹം കഴിക്കുന്നതിനെ എതിർത്തില്ല. എന്നാൽ ഇന്നേക്ക് 4-ാം നാൾ അവർ വിവാഹിതരാകണം എന്നൊരു നിബന്ധന അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഹെർമിയയുടെ വധശിക്ഷ നടപ്പാക്കേണ്ട ദിനമായിരുന്നു അത്. ഡെമെട്രിയസും ഹെലനയും അന്നേ ദിവസം തന്നെ വിവാഹിതരാകുവാൻ തയ്യാറായി. ടൈറ്റാനിയ രാജ്ഞിയും ഓബറോൺ രാജാവും ഈ യുവ പ്രണയികളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷിച്ചു. അവരുടെ രാജ്യത്ത് ഒരാഴ്ചത്തെ ആഘോഷങ്ങൾ അവർ വിളംബരം ചെയ്തു. അങ്ങനെ വളരെയധികം സന്തോഷത്തോടെ അവസാനിക്കുന്ന ഒരു ഹാപ്പി എൻഡിങ് ഉള്ളൊരു കോമഡി പ്ലേ ആണ് ഷേക്സ്പിയറിൻ്റെ എ മിഡ് സമ്മർ നൈറ്റ്സ് ഡ്രീം.